നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടതു സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അസാധാരണമായ ഒരു സന്ദർഭം കൂടിയാണ്. സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു സർക്കാരിന് തുടർച്ചയുണ്ടായ ഒരു സർക്കാർ 10 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ സർക്കാർ ആഘോഷം സാധാരണമാണ്. അങ്ങനെ കേരള സർക്കാരും അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ആഘോഷ പരിപാടികളുടെ ചെലവുകൾ സംബന്ധിച്ച് പലതരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. 30 കോടിയാണ്, 60 കോടിയാണ്, 100 കോടിയാണ് എന്നതുവരെയുള്ള കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. സർക്കാർ ഔദ്യോഗികമായി എന്നാൽ ഇക്കാര്യത്തിലൊരു വെളിപ്പെടുത്തലുകൾ ഒന്നും നടത്തിയിട്ടില്ല. അതല്ലാതെ കൃത്യമായ കണക്കുകൾക്ക് പലപ്പോഴും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിവിപുലമായി തന്നെയാണ്, അങ്ങനെ ഒരു ചെലവ് ചുരുക്കിയ ഒരു ആഘോഷ പരിപാടിയല്ല കേരള സർക്കാർ നടത്തുന്നത്. ഇത് ധൂർത്താണ് എന്നത് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഈ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. മുൻ വർഷങ്ങളിലും സർക്കാരിൻ്റെ ഇത്തരം ആഘോഷ പരിപാടികളിൽ നിന്ന് പ്രതിപക്ഷം ധൂർത്ത് ആരോപിച്ച് വിട്ടുനിന്നിരുന്നു. ഇപ്പോൾ ആശമാരുടെ സമരമൊക്കെ നടക്കുന്നൊരു ഘട്ടത്തിൽ ആശമാർക്ക് കൊടുക്കാൻ പണമില്ല, പക്ഷേ സർക്കാരിന് വാർഷികാഘോഷത്തിന് പണമുണ്ട് എന്നുള്ള ന്യായം ഒരു ഭാഗത്തുയരുന്നു. 9 വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ, അത് ചെയ്യേണ്ടേ എന്നുള്ള മറുചോദ്യം ഭരണപക്ഷത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും അത്യന്തം വിവാദപരമായ ഒരു വിഷയം തന്നെയാണ്. ഈ സമയത്ത് ഇങ്ങനെ വിപുലമായ ഒരു ആഘോഷം വേണോ, അല്ലെങ്കിൽ ഇത്തരമൊരു ആഘോഷം നടത്തുന്നതിന് ന്യായത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ അന്യായത്തെക്കുറിച്ചുമെല്ലാം വിപുലമായ ചർച്ചകളും അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. പ്രേക്ഷകർക്കും ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ കാണും. ആ ഒരു അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്കും പങ്കുവെക്കാം. കോഴിക്കോട് നിന്നും ശ്രീ കുഞ്ഞഹമ്മദാണ് ചേരുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, 9 വർഷം പൂർത്തിയാക്കുകയാണ് പിണറായി സർക്കാർ. 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സർക്കാർ ആലോചിച്ചിരിക്കുന്നത്. ഇത് ധൂർത്താണ്, അതുകൊണ്ട് തന്നെ ഈ പരിപാടികളിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു എന്ന് പ്രതിപക്ഷവും പറയുന്നു. താങ്കളുടെ ഒരു പക്ഷം എന്താണ്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഗവൺമെന്റ് കടമയാണ്. അത് ആഘോഷിക്കുന്നതിന് ധൂർത്താന്നമാണ്, എന്ത് പേരുമാണ് നിങ്ങൾക്ക് വിളിക്കുക. അത് പ്രതിപക്ഷത്തിൽ നിന്ന് ഒരു കളി കളിക്കുന്നതാണ്. ആ PV അൻവർ റേഷൻ പുതിയ കാർഡ് വെച്ച് കാത്തു നിൽക്കുന്ന അരി വാങ്ങാൻ നിൽക്കുന്ന മുന്നണി കയറി അതൊന്നും ചർച്ച ചെയ്യുന്നത്. ഗാന്ധി കുടുംബത്തിന്റെ മരുമോൻ അത് ഈട്ടി ചോദ്യം ചെയ്യുന്ന അത് 3 ദിവസമായി ചോദ്യം ചെയ്യുന്നത്, അതൊന്നും ചർച്ചയാക്കില്ല ഞങ്ങൾ. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീ കുഞ്ഞഹമ്മദ് താങ്കൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി, സർക്കാരിനെ ആഘോഷിക്കേണ്ടേ, അത് പറയണ്ടേ എന്നൊക്കെ. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഈ വിഷയത്തെക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയമൊന്നും അല്ലല്ലോ. അത് നാളെ നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യില്ലേ? സ്വാഭാവികമല്ലേ. വീണ വിജയന്റെ ചർച്ച എന്നാണ് പൊതുവേദി ഇപ്പോൾ ഉടനെ അടുത്ത കാലത്ത് എടുത്തത്? 4 മാസം മുമ്പ് അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ എടുത്തിരിക്കുന്നു. കേരളത്തിൽ BJPക്കെതിരെയും കോൺഗ്രസിനെതിരെയും എത്ര ചർച്ചകൾ എടുത്തിരിക്കുന്നു. ശ്രീ കുഞ്ഞഹമ്മദ് അതൊന്നും കാണാത്ത BJPക്കെതിരെയും കോൺഗ്രസിനെതിരെ എത്ര ചർച്ചകൾ എടുത്തിരിക്കുന്നു. അല്ല, നിങ്ങളെ ഒരു അഭിപ്രായം പറയുമ്പോൾ കുഞ്ഞഹമ്മദ് പറയുമ്പോൾ ശരിയാണ്, ഞങ്ങൾ ഏകപക്ഷീയമായി ഒരു പാർട്ടിക്കെതിരെ മാത്രം ചർച്ച എടുക്കും എങ്കിൽ അത് പറയാനുള്ള ന്യായം താങ്കൾക്ക് സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് വിവാദങ്ങളുണ്ടോ ഇല്ലയോ? പ്രതിപക്ഷം പറഞ്ഞല്ലോ, പ്രതിപക്ഷം ബഹിഷ്കരിക്കുമ്പോൾ വിവാദമല്ലേ, അപ്പോൾ ചർച്ച ചെയ്യണ്ടേ? അല്ല, അത് തന്നെ താങ്കൾക്ക് അനുകൂലിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പോലെ അവർക്ക് ബഹിഷ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഗവൺമെന്റ് മുമ്പോട്ട് പോകും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. തലശ്ശേരിയിൽ നിന്നും ശ്രീ ദിവാകരനാണ്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപൂർവമാണ്, ആദ്യമാണ് കേരളത്തിൽ ഒരു സർക്കാർ ഇങ്ങനെ ഒരു 10ാം വർഷത്തിലേക്ക് കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ തുടർച്ച ഉണ്ടാവുകയും അങ്ങനെ കടക്കുകയും ഒക്കെ ചെയ്യുന്നു. അവർ ഒരു വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതിനെതിരെ അത് ധൂർത്താണ് എന്ന് പ്രതിപക്ഷവും പറയുന്നു. താങ്കൾക്ക് ഇതിൽ ഏത് പക്ഷമാണുള്ളത്? ഞാൻ ഇന്നേ പാർട്ടി എന്നില്ല, പക്ഷെങ്കിൽ ഈ ഭരിക്കുന്ന പാർട്ടി ആദ്യം ചിന്തിക്കണം. സാധുക്കളെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഏത് പാർട്ടി ആയാലും കണക്കാം. ഞാൻ വ്യക്തിക്കായി ഇതുവരെ വോട്ട് കൊടുത്തത്. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള കഷ്ടപ്പെടുന്ന ഈ സമയത്ത് സ്പോൺസറിങ് പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനായത് എന്തെല്ലാം നല്ല കാര്യത്തിന് എന്തെല്ലാം നല്ല കാര്യത്തിന് ചെയ്യുക. ഇതാകെ കുറച്ച് ഇത് ജനങ്ങളെന്താ വിഡ്ഢികളാ? ഇതെല്ലാം ഇങ്ങനെ ആഘോഷിച്ചിട്ട് 5 കൊല്ലം പിന്നെയും ഇതായി, എന്നിട്ട് അതിനുള്ള കഷ്ടനഷ്ടങ്ങൾ വന്ന്. അപ്പോ ഇതിനു മുമ്പിൽ വന്ന കോളറ ഞാൻ ഇതായിട്ട് പറയുന്നല്ല, പക്ഷെങ്കിൽ അതാദ്യം ചിന്തിക്കണം. ഇപ്പം
ഇയാളെ ഇപ്പം പിന്നെ അയാൾ എത്ര കോടി BJP-ക്കാർക്ക് കൊടുത്തിന് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ, ജനറേഷനായിട്ട് അയാൾ നയിച്ചുണ്ടാക്കിയതായിരിക്കും. എന്തെങ്കിലും അയാൾക്ക് തെറ്റുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള ടാക്സും കാര്യമെല്ലാം ഗവൺമെന്റിലേക്ക് കൊടുത്തോട്ടെ. ഏതാളും ഇപ്പം തന്നെ ശരി ശ്രീ ദിവാകരൻ, താങ്കളുടെ അഭിപ്രായം. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർക്കാരിന്റെ ആഘോഷം ഒരു ഭാഗത്ത്, ധൂർത്തെന്ന ആരോപണം മറുഭാഗത്ത്. താങ്കൾ ഇതിൽ ഏത് പക്ഷമാണ്? നമസ്കാരം. നമസ്കാരം. കിരൺ, എനിക്കൊരു കാര്യം പറയാനുള്ളത്. അതായത് ആഘോഷം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ വേണ്ടെന്നൊന്നും പറയുന്നില്ല. അത് ആഘോഷിക്കണം, വേണ്ടതാണ്, ചെയ്യുന്നത്. അത് പിന്നെ ഇത് കഴിഞ്ഞ തവണയുള്ള ആ നവകേരള യാത്ര ബാക്കിയുള്ള കാര്യങ്ങളിലും RTI ആക്ട് പ്രകാരം ചോദിച്ചിട്ട് പോലും ഒരു കണക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് ജനങ്ങൾക്ക് അറിയാൻ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരറിയാൻ അവകാശമുണ്ട്. അതാണ് അവകാശമുണ്ട്. അത് ഇതുവരെ അവർ നൽകിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഇത് പുകമറയിലാണ്. അപ്പൊ 100 കോടി അവിടെ ചിലവെന്നാണ് ഈ പറയുന്നത്. ഇപ്പൊ ഈ ആഭ്യന്തര കടം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ 4 ലക്ഷം കോടിയോ മറ്റോ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പറഞ്ഞു നിങ്ങള് എതിരാളികള് തുരുപ്പിച്ചിട്ടിട്ട് വിട്ടും മറ്റേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇപ്പൊ ഈ പ്രശ്നങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഈ സർക്കാർ വൃത്തങ്ങളെ സമ്മതിച്ചിട്ടുണ്ട്. ഈ ബർമുഡയിൽ കളഞ്ഞ് ഒഴിയുന്ന സമയത്ത്, അല്ല മറിയുന്ന സമയത്ത് ഇങ്ങനെയൊന്നും വേണോ? അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് ഈ ആഘോഷം എന്ന് പറയുന്നത് ആഘോഷിക്കാൻ നേട്ടങ്ങൾ പറയാൻ വേണ്ടിയൊന്നുമല്ല, ഈ 3-ാം ഊഴത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ മസൂദനാണ് കൊല്ലത്തുനിന്നും. ശ്രീ മസൂദനൻ, താങ്കൾക്ക് ഇതിൽ ഏത് പക്ഷത്തിന്റെ അഭിപ്രായത്തോടാണ് യോജിപ്പുള്ളത്? ഇത് പക്ഷമല്ല സാറേ ഞാൻ പറയുന്നത്. പറഞ്ഞോളൂ, താങ്കളല്ല മറിച്ചൊരു അഭിപ്രായമാണെങ്കിൽ അതും പറഞ്ഞോളൂ. അല്ല, ഒരു പക്ഷമല്ല ഞാൻ പറയുന്നത്. കാരണം ഈ 2ാം പിണറായി വന്നതിന് ശേഷം എന്ന് പറയുന്ന എല്ലാം അഹങ്കാരം കൊണ്ട് കൈയെഴുതുന്ന കുറെ ആൾക്കാരാണ്. തീർത്തും ജനങ്ങൾ വേറും വിഡ്ഢികളായിട്ട് ജീവിക്കുക. പ്രായം ചെന്നവർ മരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു മന്ത്രി പെൻഷൻ കൊടുക്കുന്നത്. അല്ല, അതങ്ങനെയല്ല ശ്രീ മസൂദൻ പറഞ്ഞത്. അത് നമ്മൾ ആ തെറ്റായ അർത്ഥത്തിൽ ചിലപ്പോഴും വ്യാഖ്യാനിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ ആയുർദൈർഘ്യം കൂടുതലാണ്, കേരളത്തിൽ ആരോഗ്യനില മെച്ചപ്പെട്ടതാണ്, അതുകൊണ്ട് പ്രായമായ കൂടുതൽ പേർക്ക് പെൻഷൻ നൽകേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമല്ലേ? അതിനെങ്ങനെയാണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? അല്ല, ആകട്ടെ സാറേ, അത് ഒരു മന്ത്രി പറയാൻ കൊള്ളാവും. എന്താ മന്ത്രി പറയുന്നത് ശരിയല്ലേ? ഇത് കേരളത്തിൽ ആയുർദൈർഘ്യം കൂടുതലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ആയുർദൈർഘ്യമാണോ കേരളത്തിലുള്ളത്? കേരളത്തിൽ ആയുർദൈർഘ്യം കൂടുതലാണ്, അപ്പോൾ കൂടുതൽ പേർക്ക് പെൻഷൻ കൊടുക്കുക. അതൊരു യാഥാർത്ഥ്യമല്ലേ? അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതിരിക്കട്ടെ, എന്തായാലും അത് അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ തെറ്റാ പറഞ്ഞെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ എന്റെ നോട്ടത്തിലെന്ന് പറഞ്ഞ് അങ്ങേ അറ്റത്തെ ദൂർത്ത നടക്കുന്ന മൊത്തം. അല്ല, അതൊക്കെ പറയാം, അതൊക്കെ പറഞ്ഞോളൂ. പക്ഷെ മറ്റേത് നമ്മൾ ഒരാൾ വ്യാഖ്യാനിച്ച് തെറ്റിക്കരുതല്ലോ. ഇതുപോലെ വിലക്കയറ്റമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ വിലക്കയറ്റമുള്ള ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സൂഫിയാണ് വെള്ളമുണ്ടായി നിന്നും. ശ്രീ സൂഫി, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. നമസ്കാരം കിരൺ സാർ. നമസ്കാരം. എന്റെ അർത്ഥത്തിൽ മന്ത്രിസഭ ഉണ്ടായത് മുതൽ ഈ ആഘോഷം നടക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത്? BJP കോൺഗ്രസിന്റെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിന്റെ കാലത്ത്, കരുണാകരന്റെ കാലത്തൊക്കെ ഇതൊക്കെ നടന്നതാണ്. അന്നൊന്നും ഈ പ്രതിപക്ഷ കക്ഷി ഇന്ന് കേരളത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അതൊക്കെ ഓരോ ജില്ലയിലും അവതരിപ്പിക്കേണ്ട ബാധ്യത മന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കും ഉണ്ട്. അതാണ് ആഘോഷിക്കുന്നത്. പിന്നെ വേറെന്താ ചെലവിത്രക്കാലം ചെലവ് എന്നുള്ളതൊന്നും വലിയ കാര്യമല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം കേരളത്തിൽ എല്ലാ കാര്യവും നടക്കുന്നുണ്ട് ഭംഗിയായി. ആളുകൾ ചോദിക്കുന്നത്, ആശമാരൊക്കെ സമരം ചെയ്യുമ്പോൾ അവർക്ക് ശമ്പളം കൂട്ടി നൽകണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ സർക്കാരിന് പണമില്ല എന്ന് പറഞ്ഞാണ് കൂട്ടി നൽകാൻ കഴിയാത്തത്. ഞങ്ങളുടെ ആഗ്രഹവും ഒന്നാണ്, പക്ഷേ പൈസ ഇല്ല എന്നാണ് മന്ത്രിമാരൊക്കെ പറയുന്നത്. പക്ഷേ അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ വലിയ ആഘോഷമൊക്കെ നടത്തുന്ന ചോദ്യം സ്വാഭാവികമായും ഉയരില്ലേ? ആ ചർച്ചകളുടെ മുമ്പ് നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ സാഹചര്യം ഇതിനൊന്നും വലിയ ചെലവ് വരുന്നില്ലല്ലോ. ഇതിനെന്തൊക്കെ പാർട്ടി ശരി, ഓക്കെ. എന്നാലും ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കിരൺ ബാബു, 1,57,000 കോടിയായിരുന്നു ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പോ നമ്മുടെ പൊതുകടം. ഇന്നിപ്പോ ആ കട ഏറെക്കുറെ 6 ലക്ഷം കോടിയായി. ചിന്തിക്കാൻ പറ്റും നമുക്ക്. ഇത്രയും പൈസ ചെലവാക്കിയിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ഇതാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഈ നാട്ടില് ഒരു 100 ഉറുപ്പ്യ കഴിഞ്ഞ തവണ പറഞ്ഞത് നിങ്ങൾ 2,500 ഉറുപ്പ്യ ഈ പാവപ്പെട്ട സാധാരണക്കാരന് പെൻഷൻ കൊടുക്കുമ്പോൾ 2,500 രൂപ പറഞ്ഞു. ഒരു 100 ഉറുപ്പ്യ ഒരു മാസം ഒരു 50 കോടി ഉറുപ്പ്യ ഉണ്ടായാലും എല്ലാവർക്കും 100 ഉറുപ്പ്യ കൊടുക്കാൻ മതി. പക്ഷെ അതുപോലും കൊടുക്കാൻ പറ്റാതെ നിങ്ങൾ
നിങ്ങൾ എന്ത് അല്ല ശ്രീ പറയുന്നത്? ശ്രീ ദാസൻ അതെല്ലാം ശരിയാണ്. പക്ഷെ അതിനകത്ത് വേറെ കാര്യം, ഒന്ന് 4.15 ലക്ഷം കോടിയാണ് എന്നുള്ളത് കടത്തിന്റെ അവസ്ഥ. പക്ഷെ പെൻഷന്റെ മാർച്ചിന് ആ ശേഷം കടം കേരളം നോക്കിക്കോ. പെൻഷന്റെ അവസ്ഥ, പെൻഷൻ ഇത്രയേറെ കൂട്ടിയത് ഈ സർക്കാരല്ലേ, ഇടത് സർക്കാരിലെ കൂട്ടി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എത്രയായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നത്? വളരെ ചെറിയ തുകയല്ലേ ഉണ്ടായിരുന്നത്. അല്ലല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 700 രൂപ പിന്നെ സാധാരണ പെൻഷനും മറ്റേ ഈ വികലാംഗങ്ങൾക്ക് 800 രൂപ. ഇത് കൃത്യം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇത് തോന്നിയോട്ടെ കിരൺ ബാബു ചിന്തിച്ചോട്ടെ, ഈ ഒരു 100 രൂപയെങ്കിലും ഈ 4 കൊല്ലം കൊണ്ട് 100 രൂപ അല്ല, ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് എത്രയാണ് കൂട്ടിയത്? എങ്ങനെ? ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് എത്രയാണ് കൂട്ടിയത്? ഒന്നാം LDF സർക്കാരിന്റെ കാലത്തല്ലേ ഇത് 1600 രൂപയ്ക്ക് ഇരട്ടിയിലേറെ തുക വർദ്ധിപ്പിച്ചത്? അതുകൂടി നമ്മൾ ആലോചിക്കണം. വിമർശനമൊക്കെ ഉന്നയിക്കാം, പക്ഷേ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ വിമർശനം ഉന്നയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പുതിയ സർക്കാർ 2500 ആക്കുമെന്ന് പറഞ്ഞിട്ട് ആക്കിയില്ല എന്നുള്ളത് വിമർശനം തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രേമനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കൾ കുറച്ചു കാലമായെന്ന് തോന്നുന്നു പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടല്ലേ? എനിക്ക് നല്ല അസുഖമായിരുന്നു. എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അങ്ങനെ കുറച്ച് റെസ്റ്റിലായിരുന്നു. ഇപ്പൊ എല്ലാം ഭേദമായോ? ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടികളൊന്നും സമ്മതിക്കില്ല, വിളിക്കാൻ വേണ്ടി സമ്മതിക്കില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അത് വിശ്രമമൊക്കെ നടത്തി ഡോക്ടർ പറയുന്ന പോലെ മരുന്നുകളൊക്കെ കഴിച്ച് ആരോഗ്യശീലമൊക്കെ ശരിയാക്കിയാൽ അനായാസമായി പഴയ ജീവിതത്തിലേക്ക് വരുന്നവരെ. അതെ അതെ, ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ശരി, ഓക്കെ. ഷോപ്പിൽ പോകാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു എന്താണ് ഇടയ്ക്ക് കാണുന്നേ ഇല്ല, വിളിക്കുന്നേ ഇല്ല പൊതുവേദിയിലേക്ക്. അതെ, ഇപ്പം കുറച്ചു കാലം മക്കളും സമ്മതിക്കല്ലേ വിളിക്കുന്നത്, അതുകൊണ്ട് കാരണം വേറൊന്നുമില്ല. ഓക്കെ, അന്നേരം പറഞ്ഞോളൂ. അപ്പൊ പറഞ്ഞ കാര്യം പിന്നെ വിഷയത്തിലേക്ക് വരാം. പിന്നെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ ഒരു ഗവൺമെന്റ് 10ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഗവൺമെന്റിന്റെ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിൽ തുറന്നു പറയുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇത് ദൂർത്ത് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സ്വപ്നത്തിൽ പോലും നടക്കില്ല എന്ന് പിന്നെ വിചാരിച്ച പല പദ്ധതികളും നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് തുറന്നു പറയുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് പറയുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുക കൂടുതലാണ് എന്നുള്ളതൊക്കെയാണ് കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ അനുഭവം വെച്ചിട്ട് ആളുകൾ വിമർശനം ഉന്നയിക്കുന്നത്. നാഷണൽ ഹൈവേ ആയാലും ശരി, മലയോര പിന്നെ റെയിൽവേ ആയാലും ശരി, അതുപോലെ തീരദേശ പാതയായാലും ശരി, എല്ലാം നടപ്പിലാക്കി. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും സ്വപ്നം കാണാതെ പല പദ്ധതികളും നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പൊ അത് ജനങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതുവരെ നമ്മൾ എല്ലാം വാഗ്ദാനം ചെയ്യല്ലാതെ ഒരു പദ്ധതി നടപ്പിലാക്കിയ ചരിത്രമില്ല. എല്ലാം തർക്കമിടുക എന്നല്ലാതെ ഈ ഗവൺമെന്റ് പറഞ്ഞ കാര്യം ചെയ്ത കാര്യം ജനങ്ങളോട് പറയുന്നു. അത്രമാത്രമേ ഉള്ളൂ. അത് ദൂർത്തെന്ന് പറയാൻ പറ്റില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായത്തിൽ ദൂർത്തല്ല. ശ്രീ ഗിരീഷാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ഗിരീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു ആഘോഷം നടത്തുന്നത് ഒരു അനിവാര്യമായ ആഘോഷമാണോ, അതോ അതൊരു ധൂർത്താണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ശ്രീ ഗിരീഷ്, താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ പുതുതായി പൊതുവേദിയിലേക്ക് വിളിക്കുന്ന ആളുകൾ ദയവേത് TV മ്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പൊതുവേദിയിൽ സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി സംസാരിക്കാൻ കഴിയില്ല. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ 9ാം വർഷത്തിലെ ഈ ആഘോഷങ്ങൾ അതൊരു ധൂർത്താണോ, അതോ സ്വാഭാവികമായും ഏത് സർക്കാരിനും ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണം, തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്, അത്തരമൊരു അനിവാര്യമായ കാര്യമാണ്? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? നമസ്കാരം. നമസ്കാരമുണ്ട്. ഇവര് ഇടതുപക്ഷ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഇവർ ഈ ദൂർത്തടിച്ച് ഇത് അവതരിപ്പിക്കാതെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇപ്പൊ ജനങ്ങളുടെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ക്ഷേമ പെൻഷൻ കൊടുക്കാതെ പിച്ചച്ചട്ടി എടുത്തതും, സെക്രട്ടേറിയറ്റിന്റെ വാതിൽക്ക് പിച്ചച്ചട്ടി എടുത്ത് ഉദ്യോഗാർത്ഥികൾ ഇതിൽ വന്നിട്ട് ലിസ്റ്റിൽ വന്നിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കാത്തതൊക്കെയാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. പിന്നെ ഉള്ളത് പാവപ്പെട്ട ആശാ വർക്കേഴ്സിന്റെ സമരത്തിന്റെ കേസ്. അത് ഈ പിണറായി സർക്കാർ കൂട്ടിക്കൊടുത്തെങ്കിൽ പിണറായി സർക്കാർ അന്ന് കൂട്ടിക്കൊടുത്തു എന്ന് സാറ് പറയണു. ശരിയാണ്. അന്നത്തെ ഇവരുടെ എത്ര വയസ്സായിരുന്നു അവരുടെ വർക്ക്, അല്ലെങ്കിൽ തന്നെ എത്ര ഇരട്ടിയാണ് സാധനങ്ങൾക്ക് വില കൂടിയത്. അത് ഒന്നുമല്ല. അങ്ങനെയല്ല, ഈ വർഷം 100 രൂപ കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ഈ ക്ഷേമ പെൻഷൻ ഇത്രയേറെ വലിയ വർധന ഉണ്ടാക്കിയത് ഈ സർക്കാരാണ്. ഇപ്പോൾ കൂട്ടിക്കൊടുത്തില്ല എന്നുള്ളത് വിമർശനമായി തന്നെ നമുക്ക് ഉന്നയിക്കാം. പക്ഷേ കൂട്ടിക്കൊടുത്തത് കാര്യം നമ്മൾ അത് തള്ളിക്കളയുന്നത് ശരിയല്ല. സാറേ, ഞാൻ സമ്മതിക്കുന്നുണ്ട്. എത്ര ഇരട്ടിയാണ് ഇപ്പോഴത്തെ ജീവിത ചെലവ്? അല്ല, ജീവിത ചെലവ് എത്ര? ഇതിനു മുമ്പ് ജീവിത ചെലവ് ഇങ്ങനെ ഇരട്ടിയായി വർദ്ധിക്കുമ്പോഴും ഒന്നും ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വർധന വേറെ ഒരു സർക്കാരും വരുത്തിയിട്ടില്ല. ഈ 9 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിച്ച സാധനങ്ങളുടെ വില പഴയ 9 കൊല്ലത്തിന് മുമ്പേ ഉള്ള ഈ എമൗണ്ടിന്റെ ഇതായിരുന്നു ഈ ഉണ്ടായിരുന്നത്.
അല്ലെങ്കിൽ ഇവര് ഉദ്ദേശിച്ചത് ഇവരുടെ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ആനുപാതികമായി അന്നുണ്ടായിരുന്ന തുകയിൽ നിന്ന് ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഉണ്ടായ ഇരട്ടിയിലധികം വർധനവ്, ഇരട്ടിയല്ല അതിൽ കൂടുതൽ വർധനവുണ്ടായി. അപ്പോൾ ആ വർധനവ് മറ്റ് ഏതെങ്കിലും കൂലിപ്പണിക്ക് പോകുന്ന ഒരാളുടെ കൂലിയിലോ അല്ലെങ്കിൽ ശമ്പളത്തിന് പോകുന്ന ഒരാളുടെ ശമ്പളത്തിലോ ഒന്നും ഇരട്ടിയിലധികം വർധനവ് ഉണ്ടായിട്ടില്ല. അവർക്കൊക്കെ ആനുപാതികമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇരട്ടിയിലധികം ഉണ്ടായിട്ടില്ല. ഇത് കൂട്ടിയതാണ്, പക്ഷേ അത്രയും പോരാ എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. സാർ അംഗീകരിക്കുന്നു, സാർ പറഞ്ഞ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ 70 ദിവസം സമരം ചെയ്തിട്ട് 1000 രൂപയെങ്കിലും കൂട്ടി കൊടുക്കാമായിരുന്നു. ഈ സമരം തുടങ്ങിയതിന് ശേഷമല്ലേ ലക്ഷങ്ങൾ കൂട്ടിക്കൊടുത്തത്, പലർക്കും ലക്ഷങ്ങൾ കൂട്ടിക്കൊടുത്തത്. അതൊരു സ്വാഭാവികമായി ന്യായമായ ഒരു ആവശ്യം തന്നെയാണ്. ചെറിയ രീതിയിലെങ്കിലും അവരുടെ ശമ്പളത്തിൽ ഈ ഇത്രയും സമരം ചെയ്യുന്ന ആളുകളോട് ഒരു ചെറിയ അനുഭവം കാണിക്കേണ്ടത് തന്നെയാണ്. ശ്രീ അരവിന്ദാക്ഷനാണ്. ശ്രീ അരവിന്ദാക്ഷൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. പറഞ്ഞോളൂ. നമുക്ക് ഗവൺമെന്റിന്റെ ആളുകൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് ആഘോഷിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അർഹതയുണ്ട്. പക്ഷെ ആഘോഷം ജനങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുറെ ആനുകൂല്യങ്ങളും കുറെ സന്തോഷങ്ങളും ഇല്ലാതെ ഗവൺമെന്റ് ആഘോഷിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇവർ ധനപരമായി എന്നും ഇല്ല 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 എന്ന് പറയുന്ന ഒരു ഗവൺമെന്റായി മാറിക്കഴിഞ്ഞു. പിന്നെ എന്തിനാ ആഘോഷമൊക്കെ തീർച്ചയായിട്ടും ദൂരത്ത് തന്നെയാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ PSCയുടെ മെമ്പർമാര്, അതുപോലെ കോർപ്പറേഷനുകൾ, ബോർഡുകള്, അതിൽ മന്ത്രിമാരുടെ സ്റ്റാഫുകൾ, ഇതൊക്കെ കുറച്ചാൽ തന്നെ വലിയ ആശ്വാസം കിട്ടും. അവിടെയൊന്നും ചെയ്യാതെ ആഘോഷങ്ങളിൽ ആര് പങ്കെടുക്കുന്നു? അവർക്ക് ആഘോഷിക്കാനുള്ള അർഹതയില്ല. അത് ന്യായമാണ്, കൃത്യമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ആഘോഷങ്ങൾ സംഘടിപ്പിക്കാം, പക്ഷേ അത് ജനങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ജനങ്ങൾ കൂടി അതിൽ സന്തോഷമുണ്ടാവണം. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെഞ്ഞാറമൂട് നിന്നും ശ്രീ മധുവാണ് ചേരുന്നത്. ശ്രീ മധു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സർക്കാർ വിപുലമായ രീതിയിലേക്ക് ഒരു 9ാം വാർഷികം 10ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സർക്കാരിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ നടത്താൻ പോവുകയാണ്. അത് ധൂർത്താണെന്ന് പ്രതിപക്ഷം ആരോപിച്ച ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയൊക്കെ ചെയ്യുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാറേ, അത് വേറൊരു കാര്യമുണ്ട്. നമ്മളെ എല്ലാ സർക്കാരും ആഘോഷിക്കുന്നതാണല്ലോ. ഏതായിരുന്നാലും പിന്നെ കേന്ദ്ര സർക്കാർ എന്നാലും ആഘോഷിക്കുന്നുണ്ട്. പിന്നെ ഒരു 450 കിടന്ന ഗ്യാസ് ഇപ്പം പിന്നെ 1000-ന്റെ അടുത്ത് പോയിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് ആഘോഷം. അവര് ചെയ്ത പ്രവൃത്തികളെ കുറിച്ചല്ലേ അവര് പറയുന്നത്. അത് ജനങ്ങളെ മുമ്പ് എത്തിക്കേണ്ടത് അവരാവശ്യമാണ്. അപ്പൊ താങ്കൾ പറയുന്നത് ഇത്തരം ഒരു ആഘോഷങ്ങളൊക്കെ വേണം എന്നുള്ളതാണ്. പിന്നെ കൃത്യമായും വേണം സാറേ, അത് അങ്ങനെയല്ലേ. മറ്റുള്ളവർ ചോദിക്കുന്ന ഈ ആശാ പ്രവർത്തകർക്കൊക്കെ പണം കൊടുക്കാനില്ല എന്നൊക്കെ പറയുന്ന സർക്കാർ. സാറേ, നമ്മൾ വെഞ്ഞാറമൂടിൽ താമസിക്കുന്നത് ഇവര് വന്ന് ചോക്ക് കൊണ്ട് ഭിത്തിയിൽ വരച്ചിട്ട് പോകണം ആശാപ്രവർത്തകരെ പണി എന്ന് പറയുന്നത്. നമ്മളെവിടെയൊന്നും ഇവരെയൊന്നും നമുക്ക് ഒട്ടും അറിയാനും വയ്യ. അല്ല, ഈ ആശാപ്രവർത്തകർ പണിയെടുക്കുന്നില്ലെങ്കിൽ അവരെ പണിയെടുപ്പിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനല്ലേ? അത് സർക്കാരിന്റെ വീഴ്ചയല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടായില്ലേ ഇവര് കേന്ദ്ര സർക്കാർ ഇവര് വാളണ്ടിയേഴ്സ് എന്നുള്ള ശ്രീ മധു, അങ്ങനെ ആശാപ്രവർത്തകർ പണിയെടുക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും സർക്കാരിനാണ്. സർക്കാരിന് പണിയെടുപ്പിക്കാൻ കഴിയുന്നില്ല, സർക്കാരിന്റെ കെടുകാര്യസ്ഥ എന്നൊക്കെ പറയേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അംഗൻവാടി ടീച്ചറിനാണെങ്കിൽ സാർ പറഞ്ഞ അങ്ങനെ ഇരിക്കുന്നു. അവർക്ക് രാവിലെ മുതൽ ജോലിയാണ്. ഇത് അതൊന്നുമില്ല. അവര് പകുതി ഇവിടെയും ചെയ്യും, പകുതി അവർ വേറെ ജോലിക്കും പോകുന്നുണ്ട്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു വലിയ ധൂർത്താണോ? 100% വലിയ ധൂർത്തിന്റെ അപ്പുറം ഒരു വാക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് മനു. കാരണം സംസ്ഥാന ഗവൺമെന്റ് ഈ 9 വർഷത്തെ ഇതേണക്ക് വാർഷിക ആഘോഷിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 200 കോടി രൂപയ്ക്ക് മുകളിലായി. സത്യത്തിൽ ഇന്ന് എനിക്കറിയാൻ പറ്റിയത് 15 കോടി രൂപയോളം ഇതിനകത്ത് മുടക്കുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സും അദ്ദേഹത്തിന്റെ സ്തംഭങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയാണ് 15 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോ സത്യത്തിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഹലോ കിരൺ, കേൾക്കാം, പറഞ്ഞോളൂ. സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഈ ആശാ വർക്കേഴ്സിനെ പോലെ നമുക്ക് പെൻഡിങ് സാലറികളുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവരുടെയൊക്കെ കുറച്ച് കുടിശ്ശികകൾ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ആഘോഷം. കാരണം CPM-നും LDF-നും തന്നെ അറിയാം, ലോകത്തെ അവസാനത്തെ അവരുടെ ആഘോഷമായിരിക്കും ഇത്. കാരണം ഇനി ഒരു വർഷം അവർക്ക് ആഘോഷിക്കാൻ കാണില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ലോകത്ത് അവസാനമായി കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്. ഇനി ഒരു സംസ്ഥാനം മാത്രമേ. ബിനോയ്, അങ്ങനെയൊക്കെ എത്ര കടുപ്പിച്ച് പറയാൻ വേണ്ടി? താങ്കളുടെ പാർട്ടി കഴിഞ്ഞ തവണയും ജയിക്കുമെന്നൊക്കെ പ്രതീക്ഷയാണ്. താങ്കളുടെ പാർട്ടി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്നൊക്കെ താങ്കൾ കൂടി അറിയാമല്ലോ.
അപ്പൊ പിന്നെ അത് ഞങ്ങൾ അതുകൊണ്ട് ഇത്തവണ ഇത് സർക്കാർ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് തിരിച്ചു പറഞ്ഞുകൂടെ? കോൺഗ്രസ് ഇവിടെ കൊണ്ട് കേരളം കൊണ്ട് പോയി അവസാനിക്കാൻ പോകാൻ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൂടെ? ഇല്ല, അവരെത്രയോ നാൾ കൊണ്ട് പറയുന്നു മനു. ഞാൻ ഇപ്പോഴും പറയുന്നു, ജനവികാരം മാനിക്കുന്ന ആളുകളാണ് ഞങ്ങള്. ആ ജനവികാരത്തെ അന്ന് ഇപ്പോഴും അല്ല മനു. ഞാനൊരു കാര്യം നിർത്താം. ഞാൻ ജനങ്ങളുടെ ഇടയിൽ മനു അല്ല കിരണാണ്, പറഞ്ഞോളൂ. അല്ല സോറി കിരൺ. ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ താഴെ തട്ടിലുള്ള ആളുകളാണ്. ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ട് എന്റെ പൊന്നുകിരനെ നമുക്ക് ഇന്നും നാളെയും ചർച്ച ചെയ്താൽ തീരില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഭയങ്കരമാണ് ഈ നാട്ടിൽ. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നം. രാജനാണ് പയ്യോളിയിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു സർക്കാർ 9 വർഷം പൂർത്തിയാക്കുന്നു, 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. അവർ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഈ 10-9 വർഷത്തെ നേട്ടങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അത് അതിവിപുലമായ ആഘോഷത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുക, ഇതിലൊക്കെ വലിയ വിയോജിപ്പാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാമ്പത്തിക പ്രയാസത്തിന്റെ കാലത്ത് അത് വേണോ എന്നുള്ള ചോദ്യം പല ആളുകളും ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഏത് പക്ഷമാണ് ശരി എന്ന് താങ്കൾക്ക് തോന്നുന്നു? ഒരു പക്ഷം ശരിയല്ല എന്ന് ഞാൻ പറയാം. ശരി, ഒരു പക്ഷം ശരിയല്ല. ഇവരും നടത്തുന്നത് ജനനന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് നല്ലതിനും. ജനത്തിന് ഇപ്പോ കെട്ടിട നിർമ്മാണ തൊഴിലാളി, കയർ തൊഴിലാളി, പിന്നെ ബീഡി തൊഴിലാളി, ഈ ക്ഷേമനിധി ബോർഡിന്റെ എത്ര കോടിക്കണക്കിന് പൈസ ഇവർ കൊടുക്കാറുണ്ട്. ശരിയാണോ? പറഞ്ഞോളൂ. കൊടുക്കാറുണ്ടോ? നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്കെല്ലാം പല കുടിശ്ശികയുണ്ട് ഇല്ലേ? 15 മാസം തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ബ്ലോക്ക് ആയിട്ട് 15 മാസത്തെ പൈസ കുടിശ്ശികയുണ്ട് എന്നാണ് എന്റെ അറിവില്. അത്ര 15 മാസം കുടിശ്ശികയുള്ളതായി തോന്നുന്നില്ല. എന്തായാലും തിരക്കാതെ അങ്ങനെ 15 മാസം തന്നെയുണ്ട്. എന്റെ ഇടവലത്തെ 4 ആൾക്ക് 15 മാസം കുടിശ്ശിക. ശരി രാജൻ, അത് എനിക്ക് കൃത്യമായി കണക്കറിഞ്ഞൂടാത്തത് കൊണ്ട് എനിക്കും കൃത്യമായി എത്ര മാസത്തെയാണ് കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ളതെന്ന് കൃത്യമായി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്കും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. താങ്കൾ പറയുന്നത് ശരിയാണോ നമുക്ക് പരിശോധിക്കാം. പൂർണ്ണമായിട്ട് ഞാൻ പറയുന്ന ഒരു 2 മിനിറ്റ് ഒന്ന് കേൾക്കണം സാർ. ശരി, അത് പരിശോധിക്കാം. സാർ പറഞ്ഞോളൂ. 10, 23, 21 PSC മെമ്പർമാരുണ്ട്. അവർക്ക് മാസം 1 ലക്ഷം കൂട്ടിക്കൊടുക്കുന്നത്, 1 ലക്ഷത്തിന് മേലെ മാസം കൂട്ടിക്കൊടുക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാർ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് ആഘോഷിക്കോട്ടെ, പക്ഷെ ഇതെല്ലാം ശരി ശ്രീ രാജൻ, ശരിയെ സമ്മതിച്ചു. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്, നമുക്ക് അത് മനസ്സിലായി താങ്കൾ പറയുന്നത്. നമുക്ക് ഇനി അടുത്ത പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. അത് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി പറഞ്ഞു തരുന്ന ആളുകളുടെ ഒരു എന്താ പറയാ നിയന്ത്രണം, നിർദ്ദേശമൊക്കെ അനുസരിച്ചുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇപ്പോഴത്തെ ഈ സർക്കാരിന് തോന്നി ഇങ്ങനെ ഒരു ആഘോഷം നടത്തണമെന്ന് തോന്നി അവർ നടത്തണത്. അപ്പൊ അതിപ്പോ എന്താ പറയാ, ജനങ്ങൾക്ക് ദോഷമാണോ ഗുണമാണോ എന്ന് നോക്കിയിട്ടല്ല, അവരുടെ ബുദ്ധിയിൽ എന്താണ് ഉദിച്ചു വരുന്നത് അത് അവർ ചെയ്യുന്നു, അത്രമാത്രം. പിന്നെ 2 കാര്യം കൂടി എനിക്ക് പറഞ്ഞാൽ കൊള്ളാന്നുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അതായത് ഈ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിക്കണമെന്ന് അന്നേരത്ത് അവർക്ക് തോന്നുന്നത് അവരുടെ ഒരു ബുദ്ധി, അവർക്ക് അന്നേരത്ത് അങ്ങനെ തോന്നി. അത് കേരളത്തിലുടനീളം അത് നല്ലോണം എഫക്ട് ചെയ്തു അവർക്ക് അനുകൂലമായിട്ട്. ശരി, ഓക്കെ. ഒരു കാര്യം കൂടി, നമുക്ക് ഈ വിഷയത്തിൽ നിൽക്കണം. അതുകൊണ്ടാണ് ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ സർക്കാർ വിപുലമായ ആഘോഷ പരിപാടികളിലേക്ക് കടക്കുകയാണ്. ആ കാര്യം അതൊരു ധൂർത്തായിട്ട് താങ്കൾ കണക്കാക്കുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരമുണ്ട്. സുഖമാണ്. എന്തായാലും ഈസ്റ്റർ ആശംസകൾ. പറഞ്ഞോളൂ കിരൺ. ഇത് ധൂർത്ത് തന്നെയാണ് കിരൺ. നമ്മൾ ഇന്നലെ കണ്ടോണ്ടിരിക്കുകയല്ലേ, ആ കുറച്ച് പ്രായം കുറഞ്ഞ പെൺപിള്ളേര് കണ്ണുനീരോട് കൂടി അവിടുന്ന് പോയി. അവരന്വേഷിച്ചപ്പം പറയുന്നത് സാമ്പത്തികം ഇല്ലെന്നാ പറയുന്നത്. ആ ഒരു കാര്യത്തില് ഇവര് ഈ പ്രശ്നം ചെയ്യണ്ടായിരുന്നു. അതുപോലെ തന്നെ ആശാ വർക്കർമാര് 100 രൂപ ഡെയിലി കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം കിരണിന് അറിയാവോന്ന് എനിക്കറിയത്തില്ല. ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോയ ഇന്നത്തെ ഒരു വെജിറ്റബിളും മീനും കൂടെ വാങ്ങിക്കാൻ പറ്റുന്നില്ല. അവരും ഒക്കെ ജീവിക്കണ്ടേ? അന്നേരം ഈ ധൂർത്തടിക്കുന്ന പൈസ അവസങ്ങൾക്ക് കൊടുത്തൂടെ കിരണേ? ശരി, അത് ന്യായമായ ഒരു ചോദ്യം കൂടിയാണ് ഉന്നയിക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകണം. അൽത്താഫാണ് എരുമേലിയിൽ നിന്ന്. ശ്രീ അൽത്താഫ്, അതിനു മുമ്പ് നമുക്ക് 1-2 യൂട്യൂബിൻ്റെ കമൻറ്റുകൾ കൂടി ഒന്ന് വായിച്ചുകൊട്ടെ. മോഹനൻ ES പറയുന്നു, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഈസ്റ്റർ ആശംസകൾ നേരുന്നു കൃഷ്ണദാസ്. ശിവൻകുട്ടി CR പറയുന്നു, പ്രതിപക്ഷം എതിർക്കാത്ത ഏതെങ്കിലും പദ്ധതികൾ കേരളത്തിലുണ്ടോ? അവർ ഭരിച്ചപ്പോൾ ഈ മാതിരി ആഘോഷങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. സുനിമോൾ പറയുന്നു, വാർഷികാഘോഷം നടത്തിക്കോട്ടെ, പക്ഷേ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമായിരുന്നു എന്ന് പറയുന്നു. അത് ന്യായമായ ഒരു കാര്യമാണ്. ഏത് ആഘോഷവും നടത്തുന്നതിന് എതിരല്ല, പക്ഷേ പ്രശ്നങ്ങൾ കൂടി അതിനോടൊപ്പം പരിഹരിക്കണം എന്നുള്ളത് പറയുന്നു. ജനങ്ങളോട് പറയാത്ത പലതും സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് കൃഷ്ണദാസ് പറയുന്നു. അമിത നികുതി ഭാരം എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ
ശ്രീ സെബാസ്റ്റ്യൻ ചിറമേൽ ഒക്കെയാണ്. അദ്ദേഹം എന്തോ മാത്സിൻ്റെ ഞാനൊരു മാത്തമാറ്റിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എന്നൊക്കെ പറയുന്നു. കണക്ക് പഠിക്കാൻ പറയും, രൂപയുടെ മൂല്യശോഷണം. നല്ലതാണ്, താങ്കൾ പഠിച്ചിരിക്കുന്നതൊക്കെ നല്ലതാണ്. എന്തായാലും നമുക്ക് മറ്റ് പ്രശ്നത്തിലേക്ക് താങ്കൾ അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൂടി ആളുകളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ അൽത്താഫാണ്. ശ്രീ അൽത്താഫ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു സർക്കാരൊക്കെ ഒരു 9 വർഷം പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനടക്കം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരണം. ഇതെല്ലാം ഒരു കൊല്ലത്തിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു വലിയ ആഘോഷത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വിപുലമായ പ്രചരണ പരിപാടിയിലേക്കൊക്കെ അവർ നീങ്ങുക സ്വാഭാവികമല്ലേ? ശ്രീ കിരൺ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും പിന്നെ നമ്മളെപ്പോലുള്ള ആളുകളും ഒക്കെ ഇത് ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത്? കാരണം സർക്കാരിന്, ഇടതുപക്ഷ പ്രവർത്തകർക്ക്, CPM അണികൾക്ക് ആഘോഷിക്കാൻ ഇനി ഒരു വർഷം കൂടെ ഉണ്ട്. 4ാമത്തെ വാർഷികമുണ്ട്. CPMന്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു. ആഘോഷിക്കാൻ ഇനി വളരെ ചുരുക്കം കാലം കൂടെ ഉള്ളൂ. അടുത്തവണ പ്രതിപക്ഷത്തിരിക്കാൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അതുകൊണ്ട് അവർ ആഘോഷിച്ചോട്ടെ. നമ്മളിവിടെ ജനങ്ങളുടെ പ്രശ്നവും പാർട്ടിയും രണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നതിനൊന്നും ഇതൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ. റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കിരണേ, ഇത് ദൂർത്തല്ലാതെ മറ്റെന്താണ്? സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന ഒരു സർക്കാർ, അത് നമ്മളല്ല പറയുന്നത്, മന്ത്രിമാർ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു. എന്നിട്ട് ദൂർത്ത് നടത്തുക. നമുക്കറിയാലോ, നേരത്തെ പറഞ്ഞ ആ സ്ത്രീ പറഞ്ഞതുപോലെ ആ പെൺകുട്ടികളുടെ കരച്ചിൽ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ വേദന ചെറുതൊന്നല്ല. കാരണം അവർക്ക് ഉദ്യോഗം കൊടുക്കാൻ കഴിയാത്തത് ശമ്പളം കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഗവൺമെന്റ്. ആശാ വർക്കർമാർക്ക് 2.5 മാസമായി അവർ വെയിൽ കൊണ്ട് സമരം ചെയ്യുന്ന, അവർക്കൊരു 100 രൂപ കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്. അതേപോലെ ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് നിരന്തരം വാണം പോലെ വില ഉയർത്തിക്കൊണ്ടിരിക്കുക. പൊതുവിപണിയിൽ ഇടപെടാൻ കഴിയാത്ത ഒരു സർക്കാർ. ഇങ്ങനെയുള്ള ഒരു സർക്കാർ എന്താണ് ഇവർ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഇത്രമാത്രം കോടികൾ ചെലവഴിച്ച് എന്താണ് ഇവർ പറയാൻ പോകുന്നതെന്ന് അതിശയത്തോടു കൂടി ജനങ്ങൾ നോക്കിക്കാണുക. അതുകൊണ്ട് ഇത് ദൂർത്ത് തന്നെയാണ്, 100% ദൂർത്ത് തന്നെയാണ്. ആ ദൂർത്തിന് നമുക്ക് അനുകൂലം. നിങ്ങൾ തന്നെ നിരന്തരം പറയുന്നുണ്ടല്ലോ, ചാനലുകൾ നിരന്തരം പറയുന്നുണ്ടല്ലോ, സർക്കാർ വളരെ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. എന്തിനേറെ ഈ അടുത്ത ഹെൽത്ത് സെന്ററിൽ പോലും വേണ്ടപ്പെട്ടവരെ നിയോഗിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല. പല താലൂക്ക് ആശുപത്രികളും. ശ്രീ റഷീദ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് പറയാം. ശ്രീ അനിൽകുമാർ, കേൾക്കാമോ? പറഞ്ഞോളൂ, താങ്കൾക്ക് പറയാം. ഈ ലോക ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു ആഘോഷം, ആ തെരഞ്ഞെടുപ്പ് വിജയമാണല്ലോ അവരൊക്കെ ഉദ്ദേശം. അപ്പൊ എല്ലാ രാജ്യത്തും ലോക ചരിത്രത്തിൽ രാഷ്ട്രീയത്തില് അവര് ഇത് പുറത്തു കാണിക്കാനായിട്ട് ഒരു ആഘോഷം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടത്തുന്നു എന്നാണ് എന്റെ വിലയിരുന്നത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഏലിയാസ് ആണ്. ശ്രീ ഏലിയാസ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, സാറേ, ഇവരിഞ്ഞ് എന്ത് കാണിച്ചാലും രക്ഷയില്ല. ഇവിടെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വരെ ഇവര് പൈസ കൊടുക്കാറുണ്ട്. ഈ ഒരു ഇപ്പൊ സാറിപ്പോ ഞാൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ സാറ് പറഞ്ഞു 17 മാസം കെട്ടണം ക്ഷേമനിധി ബോർഡിൽ അങ്ങാ ഞാന് പെൻഷൻ കിട്ടാനുണ്ട്. ഇവരാർക്ക പൈസ കൊടുത്തിരിക്കണം? എത്ര മാസമായിട്ടാണ് കിട്ടാനുള്ളത്? ഇവരിപ്പോ ഈ നാടകം കളിക്കണേ. അടുത്ത പ്രാവശ്യം കൂടെ എങ്ങനെയും കുത്തിപ്പിടിച്ച് കയറുമെന്ന് ഓർത്തുകൊണ്ടാണോ? ഒരു കാരണവശാലും ഇവര് കയറില്ല. തിയേറ്ററിന്റെ മെമ്പറായി പറയണേ. ശരി, ഇവരൊന്നും ഇനി അടുത്ത പ്രാവശ്യം ഒന്നും കയറൂല, ഇവിടെ ഭരിക്കൂല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിൽ കൂടി പോകേണ്ടതുണ്ട്. അരവിന്ദാക്ഷനാണ്. ശ്രീ അരവിന്ദാക്ഷൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു അനിവാര്യമായ ഒരു അല്ലെങ്കിൽ സ്വാഭാവികമായി നടത്തേണ്ട ഒരു ചടങ്ങാണോ, അതോ അതിനപ്പുറം ഒരു ദൂർത്താണ്? വെറും ദൂർത്തടിക്കുന്നതാണ്. ഇവിടെ പാവങ്ങൾ പട്ടിണി കിടക്കുക, വെള്ളമില്ല, കറണ്ട് ഇല്ല. ഇതെല്ലാം ചെയ്തിട്ട് ഇയാളെ ലാസ്റ്റ് മന്ത്രിസഭയാണ് ഇയാളുടെ CPM-ന്റെ. എവിടെയാണ് ഈ വെള്ളവും വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ ഉണ്ടോ? അവസ്ഥ ഉണ്ട്. ഇവിടെ എത്രയോ നേരത്തെ ഞങ്ങൾക്ക് വെള്ളമില്ല. 3 ദിവസമായി ഇവിടെ വെള്ളമില്ലായിരുന്നിട്ട്. അറിയോ എന്ത് പറ്റിയതാണത്? വെള്ളമില്ലാതെ 3 ദിവസമൊക്കെ തുടർച്ചയായി ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇവിടെ പല സ്ഥലത്തുണ്ട് സാറേ. ഞങ്ങളെ അനുഭവത്തിനാണ് ഇതൊക്കെ. അതെ, എവിടെയാണ്? തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്ന്.
കൊടപ്പനക്കുന്നിൽ 3 ദിവസമായി വെള്ളമില്ല. 3 ദിവസമായിട്ട് വെള്ളമില്ല. ഇവിടെ 2-3 ദിവസം കൊണ്ട് വെള്ളമില്ലാത്ത പൈപ്പ് പൊട്ടിയിട്ട് അറിയോ, ഒരു വീട്ടിലേക്കും വെള്ളമില്ല. പല 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 ഇതായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ പറഞ്ഞത് കൃത്യമാണോ? എന്തായാലും പറഞ്ഞോളൂ. ഇവർക്ക് ഭരണം ലാസ്റ്റ് ഭരണം അല്ല, വേറെ ഒന്നുമല്ല. ഇവരെ ദൂരത്തിന്റെ ഒരു അങ്ങേറ്റം വരെ ദൂർത്താണ് ഇവർക്കെല്ലാം. നേരെ ഒന്നും പോകുന്നില്ല. ഫസ്റ്റിലത്തെ മന്ത്രിസഭ മാത്രമേ ഉള്ളൂ, പിന്നെയുള്ള എല്ലാം പോക്കാണ്. ശരി, അന്ന് ഒന്നാം മന്ത്രിസഭയുടെ കാലത്ത് താങ്കൾ ഇതിനെ അനുകൂലിച്ചിരുന്ന ആളാണോ? അനുകൂലിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത് കിട്ടിയപ്പോ അഹങ്കാരം കൂടിയത്. ശരി, ശ്രീ ധനോജാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ധനോജ്, താങ്കൾക്ക് പറയാം. സുജിത്താണ്. ശ്രീ സുജിത്ത് പറയാം. ഹലോ, നമസ്കാരം. സുജിത്ത് അല്ലേ? അതെ, സുജിത്താണ്. പറഞ്ഞോളൂ. സാറേ, എല്ലാ വർഷവും പിന്നെ സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുന്നതാണ് സാധാരണയായി. പറഞ്ഞോളൂ. അപ്പോ ഈ വർഷം സാധാരണയല്ല, അങ്ങനെ മുൻകാലങ്ങളിലൊന്നും എല്ലാ വർഷവും ഒന്നും വിപുലമായ ആഘോഷങ്ങളില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് അങ്ങനെ വിപുലമായ ആഘോഷ പരിപാടികളിലൊക്കെ കടന്നത്. ഈ വർഷം സ്കൂളുകളായാലും റോഡുകളായാലും ഒക്കെ എന്താ പറയാ ആഘോഷിക്കാനുള്ള വകുപ്പുണ്ട്. എവിടെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാലും ഞങ്ങളിപ്പോ യാത്ര ചെയ്യുന്ന ഇവിടുന്ന് തിരുവനന്തപുരത്ത് കാസർഗോഡ് യാത്ര ചെയ്യുന്നതിന്റെ സുഖം ഇതുവരെ നമുക്ക് എന്താ പറയണ്ടേ ആഘോഷിക്കാൻ പറ്റിയില്ല. ഇപ്പോ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സുഖമുണ്ട്. അപ്പോൾ എന്തൊരു ആഘോഷം വേണം, സൗകര്യങ്ങൾ ഇത്രയും ഉണ്ടാകുമ്പോൾ ആഘോഷം വേണം. ഹോസ്പിറ്റലുകളായാലും നമ്മളിപ്പോ ഗവൺമെന്റ് സർക്കാർ ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാല് മുന്നത്തെ പോലെയാണോ ഇപ്പോ? ഞങ്ങളൊക്കെ സാധാരണക്കാരാ, സാധാരണ പാവപ്പെട്ട കർഷക തൊഴിലാളികളും തൊഴിലുറപ്പിന് പോകുന്ന വീട്ടിലെ ജോലിക്കാരും തൊഴിലാളികളുമാണ്. ഞങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഹോസ്പിറ്റലായാലും ഒരു മരുന്ന് സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു സൗകര്യം, സ്കൂളുകളിൽ ഞങ്ങളൊക്കെ മക്കളൊക്കെ ഞങ്ങൾ സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും നല്ല സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങളൊക്കെ പൊടിയും മണ്ണും ഇല്ല സ്കൂളിൽ പഠിച്ചത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, ഈ 9ാം വാർഷികം വിപുലമായി തന്നെ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. നാളെ മുതൽ ആഘോഷങ്ങൾ തുടങ്ങുന്നു. അത് ധൂർത്താണെന്ന് പ്രതിപക്ഷം പറയുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാറേ, അതിഭയങ്കരമായ ധൂർത്താ. കാരണം വെച്ചാൽ ഇവരുടെ ഈ ഭരണം തീരാറായി. കാരണം ചേച്ചി പറഞ്ഞ പോലെ അടുത്ത UDF ഭരണമാണ് വരാൻ പോകുന്നത്. 100 രൂപ അല്ല 500 രൂപ വെച്ച് ആശാ വർക്കേഴ്സിന് കൂട്ടി കൊടുക്കും. പിന്നെ പിന്നെ കേരളത്തില് ഈ എന്തോന്ന് കിട്ടിയ ആൾക്കാർ ആരും ബാക്കി കാണത്തില്ല, എല്ലാവർക്കും ജോലി കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ഇബ്രാഹിം കുഞ്ഞ് ഇനിയും നല്ല നല്ല പാലങ്ങൾ പണിയും, താഴെ വീടായിരിക്കാൻ ഞങ്ങൾ മുട്ടുകൊടുക്കും. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലെല്ലാം മരുന്ന് കൊണ്ട് സുലഭമാകും. പിന്നെ പണ്ട് ഭരിച്ചിരുന്ന മന്ത്രി പുതിയൊരു ഹോസ്പിറ്റൽ വാങ്ങിച്ചു പൈസ വെട്ടിച്ച്. ED-യുടെ കേസ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മനോജാണ്. ശ്രീ മനോജ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഇപ്പൊ നടക്കേണ്ടത് ഈ ആഘോഷ പരിപാടിയുടെ മുന്നോടിയായിട്ട് ഈ ആശാവർക്കർമാരെ സമരമൊന്നും തീർത്തിരുന്നെങ്കിൽ ഈ ഗവൺമെന്റിനെ കുറിച്ച് മേന്മ പറയായിരുന്നു. ശരി. മാത്രല്ല, ഈ സർക്കാർ പറയുന്നപ്പോ ഈ യാത്രാ സൗകര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം കേന്ദ്ര പദ്ധതികളും കേന്ദ്ര റോഡുകളല്ലേ. അത് നാഷണൽ ഹൈവേ ആണല്ലോ നന്നായിട്ടുള്ളത്, അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് ഏത് റോഡാണ് നന്നായിട്ടുള്ളത് കാണിക്കാമോ? ശ്രീ മനോജ്, അങ്ങനെ പറയരുത്. രണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന പോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പാതകളുടെ നിർമ്മാണം. റോഡിന്റെ പേര് പറയൂ, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല റോഡിന്റെ പേര് പറയൂ. അപ്പൊ ഓരോ റോഡിന്റേതായ പേര് പറയണ്ടല്ലേ? സർക്കാർ തന്നെ നിരവധി തവണ ഈ റോഡിന്റെ എല്ലാം അതിന്റെ നിരവധി പരസ്യങ്ങളടക്കം താങ്കളടക്കം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. നന്നാക്കേണ്ട റോഡുകളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നന്നാക്കിയിട്ടില്ല എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ മാത്രമാണ് എന്ന് പറയുന്നത് തെറ്റായ വിവരമാണ്. കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ റോഡുകളെല്ലാം തന്നെ 20 വർഷം കൊണ്ടാണ് നന്നാവുള്ളൂ. ശരി ശ്രീ മനോജ്, എന്നാൽ അങ്ങനെയല്ല ശ്രീ മനോജ്, കുറെ കൂടി വിമർശനമൊക്കെ ഉന്നയിക്കുക, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ് ശരി എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിൽ കടക്കാറുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരും. ശ്രീ രാജനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ രാജൻ, സർക്കാർ നാളെ മുതൽ ഒരു വിപുലമായ ആഘോഷ പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഇത് വലിയ ധൂർത്താണ് എന്ന് പ്രതിപക്ഷവും പറയുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ധൂർത്താണ് എന്ന് പറഞ്ഞ് ഞാനൊരു നിർമ്മാണ തൊഴിലാളി ക്ഷേമതി പെൻഷൻ വാങ്ങുന്ന ഒരാളാണ്. പലയാക്കം കിട്ടുന്നു, പലയാക്കം കിട്ടുന്നില്ല. എനിക്കിപ്പോൾ ഒരു 10-15 മാസം കിട്ടാനുണ്ട്. അപ്പോൾ അത് അടച്ചെടുത്തിട്ടായിരിക്കില്ലേ ഇവര് ആഘോഷിക്കുന്നുണ്ടാവുക. അതുപോലെ മറ്റു പല കാര്യങ്ങളും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് അനിലാണ് കൊല്ലത്തുനിന്ന്. ശ്രീ അനിൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു ആഘോഷം ഈ സമയത്ത് നടത്തുന്നത് ശരിയാണോ?
സാറേ കിരൺ സാറേ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. സാറേ ഈ പരിപാടികൾ ഞാൻ കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ ഫോൺ വിളിക്കുമ്പോൾ കിട്ടത്തില്ല. പക്ഷേ ഇതൊരു ധൂർത്തെന്ന് പറയാൻ പറ്റത്തില്ല സാറേ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മേഖലയിൽ നോക്കിയാലും അവരുടെ ഒരു വാർഷികം നടത്തും. അതുപോലെ ജനങ്ങൾ ഇതിപ്പം അവരുടെ നേട്ടങ്ങളൊന്ന് പറയാനും അതൊന്ന് ഘോഷിക്കാനും പണച്ചെലവും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇതിനൊരു ധൂർത്തെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിപ്പോ ഓരോരുത്തരും കൊടുത്ത അഭിപ്രായങ്ങൾ കേട്ടു. ഈ ഗവൺമെന്റ് മാറി വേറെ ഗവൺമെന്റ് ഒന്നും ഇവിടെ തേനും പാലും ഒന്നും ഒഴുകാൻ പോകുന്നില്ല. ഇതിന്റെ കണ്ടിന്യൂ ആയിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു ദൂർത്തെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. അവരൊരു ചെറിയൊരു ആഘോഷം അവര്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ആഘോഷ പരിപാടികൾ നടത്തുന്നത് അതൊരു ധൂർത്താണോ? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, 2016 കയറിയ സർക്കാർ ഏതാണ്ട് 600 വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അതില് 600-ന് ഒരു 95% കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടാണ് ഈ രണ്ടാമത്തെ സർക്കാർ വരുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. അതായത് ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സർക്കാരാണിത്. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് സർക്കാർ കടന്നുപോയെന്ന് നമുക്കറിയാം. ഓക്കി, നിപ്പ, പ്രളയം, എന്തെല്ലാം പ്രശ്നങ്ങൾ. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ വയനാട് ദുരന്തം. ഇത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്ത സർക്കാരാണ് ഇപ്പോ 4 വർഷം തികയുമ്പോ ആഘോഷിക്കുക എന്ന് പറയുന്നത്. ഇത് ശരിക്കും ആഘോഷമല്ല. അത് ആഘോഷമായിട്ട് കണക്കാക്കാൻ പാടില്ല. കാരണം ജനങ്ങളെ ഒത്തിരി കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഇത് ആഘോഷമല്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശ്രീകൃഷ്ണൻകുട്ടി? ആഘോഷമായി തന്നെയാണ്. ആഘോഷത്തിന്റെ ഭാഗം മാത്രമാണ്. പക്ഷെ അതിൽ ഉപരിയായിട്ട് ജനങ്ങളെ ഒത്തിരി കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചാനലുകാർ അതിന്റെ ഉത്തരവാദികളാണ്. ഞങ്ങൾ എന്താണ് ഉത്തരവാദികൾ? നിങ്ങൾ എങ്ങനെ ഉത്തരവാദിയാണെന്ന് ഞാൻ പറയാം. അതായത് സർക്കാരിനെ സംബന്ധിച്ചിട്ട് എല്ലാ മാസവും ആഘോഷിക്കാനുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും സർക്കാർ ഉണ്ടാക്കുന്ന നേട്ടങ്ങളൊന്നും മാധ്യമങ്ങൾ കാണിക്കുന്നില്ല എന്നാണോ? അതെ, അത് തന്നെ ഞാൻ പറഞ്ഞത്. ഏത് നേട്ടമാണ് താങ്കൾ സർക്കാർ ഉണ്ടാക്കിയ ഒരു വലിയ നേട്ടം മാധ്യമങ്ങൾ മറച്ചു വെച്ച ഒരു നേട്ടം താങ്കൾ പറയാം? ഞാനൊന്ന് പറയട്ടെ. അല്ല, ആ നേട്ടം പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ഏറ്റവും ഒടുവിലത്തെ കാര്യം, ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലത്തില് അതിദരിദ്രരില്ലാത്ത ഒരു പ്രഖ്യാപനം നടന്നു, ഇല്ലേ? അത് ഒരു ചാനലിലും ഒരു പത്രത്തിലും താങ്കൾ കണ്ടില്ലേ? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്തില്ല, വാർത്തയാക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. ശ്രീ കൃഷ്ണൻകുട്ടി, എങ്ങനെ ഈ നേട്ടം ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും സംസാരിച്ചോ? ശ്രീ കൃഷ്ണൻകുട്ടി ഒരു കാര്യം പറയട്ടെ. ശ്രീ കൃഷ്ണൻകുട്ടി ഒന്ന് കേൾക്കൂ. ആഘോഷിക്കാനും സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. 5 ലക്ഷം പേർക്ക് വീടുകൾ കൊടുത്തു. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ തയ്യാറില്ലാതെ ഏകപക്ഷീയമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞാൻ എങ്ങനെ പറയുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സർക്കാർ ഉണ്ടാക്കിയ ഒരു നേട്ടം അത് കേരളത്തിലെ മാധ്യമങ്ങൾ ആരും കൊടുത്തില്ല എന്ന് പറയരുത്. കേരളത്തിലെ മാധ്യമങ്ങൾ സർക്കാരിന് വിമർശനവും കൊടുക്കും, നല്ലതും കൊടുക്കും. ചർച്ച ചെയ്യാണ് വേണ്ടതൊക്കെ സാധാരണ ആളുകൾ ആ ദിവസത്തിലല്ലേ തീരുമാനിക്കുന്നത്. എല്ലാ സർക്കാർ അനുകൂലമായ മാത്രം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോ ഉണ്ടാകുന്ന കാര്യം എന്താണ്? സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ നവംബർ 1-ാം തീയതി, അതായത് അടുത്ത കേരളപ്പിറവി ദിനത്തിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം അറിയാമോ? ശരി, ഓക്കെ. കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായം അങ്ങനെയൊക്കെ ശരി, ഓക്കെ, സമ്മതിച്ചു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടത് പാലക്കാട് നിന്നും ശ്രീ കൃഷ്ണകുമാറാണ്. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഞാൻ വിളിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എടുക്കുന്നില്ല. ഞങ്ങൾ എടുക്കാത്തല്ല ശ്രീ കൃഷ്ണകുമാർ, നമ്മൾ ഒരുപാട് പേർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ 4 ഫോൺ വരെ നമ്മൾ ഹോൾഡ് ചെയ്യും. അതിനുശേഷം പിന്നെ നമ്മൾ എടുത്തു വെച്ചോണ്ട് കാര്യമില്ല. ഒരേ സമയം ചിലപ്പോൾ 10-15 കോളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ 4 കോൾ വരെ നമ്മൾ എടുത്തു വെക്കും, അവർക്ക് അവസരം കൊടുക്കും. അതിനുശേഷം വീണ്ടും ഒരു കോൾ കട്ട് ചെയ്ത ശേഷം അടുത്ത കോൾ എടുക്കും. അല്ലാതെ നമ്മൾ എടുക്കാത്തല്ലത്. അല്ല, റിങ് അതോടെ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു സമയത്ത് 15 പേരായിരിക്കും വരുന്നത്. ആദ്യം വരെ 4 പേരെ എടുക്കും. അല്ല, ഒരാളെ വിടാതെ 15 പേരെ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ട് കാര്യമില്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ആദ്യം കിട്ടുന്ന 15 പേർക്കല്ലേ കിട്ടും, പിന്നെ കിട്ടുന്ന ആർക്കും കിട്ടാതായി പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ 4 പേരെ എടുക്കും. അതിനുശേഷം ഒരാൾ കട്ട് ചെയ്യുമ്പോൾ അടുത്ത ആളെ വീണ്ടും അവിടെ ഉൾപ്പെടുത്തും. ശരി, പറഞ്ഞോളൂ. അല്ല, ഞാനെന്താ പറയുന്നത്, നമ്മള് ഇങ്ങനത്തെ കുറെ അണികൾ ഉള്ളത് നല്ലതാണ് അല്ലേ? അതായത് നമ്മളിപ്പോ കുറെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ അതിജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ, വ്യക്തമായി പറഞ്ഞോളൂ. അതായത് ഇപ്പോ ഈ ആശാ വർക്കർമാരുടെ, അതുപോലെ PSC-യുടെ, അങ്ങനെ കുറെ കുട്ടികളുടെ കുറെ പ്രശ്നങ്ങളും, പിന്നെ നമ്മള് ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞില്ല, നമ്മുടെ ഈ ക്ഷേമനിധിയുടെ പൈസ കൊടുക്കാനുള്ളത്, അതൊക്കെ നല്ലതാണല്ലോ.
അപ്പോ നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് അറിയില്ല, അതിപ്പോ ഒരു ആഘോഷമായിട്ട് നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, ഈ സർക്കാരിൻ്റെ 9ാം വാർഷികം എന്ന് പറയാം, രണ്ട് തുടർച്ചയായ സർക്കാരാണ് എന്നതുകൊണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു വിപുലമായ ആഘോഷ പരിപാടികളൊക്കെ വേണ്ടിയിരുന്നോ, അതോ അത് ഒഴിവാക്കണമായിരുന്നു? പൊതുവേദിയിൽ ഈ ചർച്ച മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള സമാനമായിട്ടുള്ള പരിപാടികൾ മുൻകാലങ്ങളിലും നടത്തിയിട്ടുണ്ട് നമ്മൾ ഈ സർക്കാർ. അന്നും നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ആഘോഷത്തെക്കാൾ ഉപരി ഞാൻ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ ഒരാളാണ്. ഞങ്ങളുടെ MLA എന്ന് പറയുന്നത് GS ജയലാൽ MLA ആണ്. ഇപ്പൊ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ 1-2 വിഷയങ്ങൾ പറഞ്ഞാൽ ഇത് വലിയ ഒരു മഹാസംഭവത്തെ പണ്ട് പറയത്തില്ലേ, ഈ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കരുതെന്ന്. അതാണ് സത്യത്തിൽ ഈ സർക്കാരിന്റെ അവസ്ഥ. നേരത്തെ ഒരു സുഹൃത്ത് 1-2 കാര്യം എന്തൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ ഈ എണ്ണവൽക്കരിച്ച് പറയുമ്പോഴേക്കും ഈ സർക്കാർ ചെയ്ത മഹത്തായ കാര്യങ്ങൾ ചെറുതായി പോകും. അതുകൊണ്ട് ഞാൻ പറയാൻ അതിനെ പ്രാപ്തനല്ല. ഞാൻ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കുക. എനിക്ക് നാളത്തെ ഒരു സമയം തരാമെങ്കിൽ ഒരു പുസ്തകമാണ്, ഒരു ബുക്കിലെറ്റാണ് ഞങ്ങളുടെ MLA ഈ കേരള സർക്കാരിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഞങ്ങളുടെ ചാത്തന്നൂർ മണ്ഡലത്തിൽ GS ജയലാൽ MLA ഇറക്കിയിരിക്കുന്നത്. അത് എങ്ങനെ ഈ പൊതുവേദികളെ പറയാൻ പറ്റും? ശ്രീ രാധാകൃഷ്ണൻ, അതൊക്കെ ശരിയാണ്, സംഭവിച്ചു. അങ്ങനെ ഏത് MLAക്കായാലും സർക്കാരിനായാലും അങ്ങനെ നേട്ടങ്ങളൊക്കെ എടുത്ത് കാണിക്കാനുമുണ്ട്. സ്വാഭാവികമായും വിമർശനങ്ങളും മറുഭാഗത്തുണ്ട്. അങ്ങനെ നേട്ടങ്ങൾ മാത്രമല്ലല്ലോ, കോട്ടങ്ങളും സ്വാഭാവികമായിട്ടുണ്ട്. അത്തരം വിമർശനങ്ങളും ജനാധിപത്യ സംവിധാനത്തിൽ അതിലേ പറ്റുള്ളൂ. താങ്കൾ പറഞ്ഞ കോട്ടങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം എന്താണെന്നറിയാവോ, ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കേന്ദ്ര സർക്കാർ പണം, ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം അപഹരിച്ച് വെച്ചിരിക്കുകയാണ്. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു, ഒന്നും തരുന്നില്ല. ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് മാതൃകയായ പ്രവർത്തനം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു ആഘോഷ പരിപാടികൾ ഈ സമയത്ത് വേണം എന്നാണോ, അതോ അത് ധൂർത്താണ് എന്നതാണോ? എങ്ങനെയാണ്? എനിക്ക് പറയാനുള്ള, ജനങ്ങളെ ആരിനെ പട്ടിയാക്കുന്നതിലാണ് സർക്കാർ ചെയ്യുന്നത്. അത് കാരണം എന്ന് ചോദിച്ചാൽ, മനുഷ്യനിവിടെ കഷ്ടപ്പെട്ടും ദുരിതത്തിലും മരുന്നില്ല, ഒന്നുമില്ല, ചികിത്സകൾ നിസാരം പറയാം, നമുക്കുള്ള ചികിത്സാ സഹായം പോലും ഇല്ലാതെ കിടക്കുന്ന സമയത്ത് ഇവർ ഇത്തരം പരിപാടി 21 കോടി രൂപയുടെ സാറേ ബഡ്ജറ്റ് എടുത്തിരിക്കുന്നത്. അത്രയും രൂപയുണ്ട് നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും ഇവിടെ. ആശാവർക്കർ പരിപാടി, അതുപോലെ മറ്റുള്ള സാമ്പത്തിക പരിപാടി, ഇവർ മനുഷ്യർക്ക് ശമ്പളം, ജോലിക്കാർക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ? ഇതൊന്നുമില്ല. സർക്കാർ ആഘോഷിച്ച് അർമാദിക്കുവാണ്. ഈ സർക്കാർ ശരിക്കും പറയും ജനങ്ങളോട് വെല്ലുവിളിയാണെന്ന് എൻ്റെ അഭിപ്രായമുള്ളൂ. കാരണം ഇത്രയും പരിപാടികൾ ചെയ്തിട്ടും ഇതിന് ന്യായീകരണ തൊഴിലാളികൾ ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ വ്യക്തികളാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സൈനദാസനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ സൈനദാസൻ, ഇത് ഇങ്ങനെ ഒരു സർക്കാരൊക്കെ സ്വാഭാവികമായും അവർ തുടർച്ചയായി ഭരിക്കുന്നു. അങ്ങനെ ഒരു സർക്കാർ വരുമ്പോൾ അവരുടെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന മട്ടിൽ കണ്ടാൽ മതിയോ, അതോ ഇതിനെ ഒരു ധൂർത്തായി കാണണോ? എങ്ങനെയാണ് താങ്കളുടെ ഒരു അഭിപ്രായം? സർ നമസ്കാരം. നമസ്കാരമുണ്ട് സർ. കാണം വിറ്റിട്ടെങ്കിലും ഓണം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതുപോലെ മലയാളികളെ ആഘോഷത്തിനൊന്നും പിന്നിലും അല്ലല്ലോ. അതൊന്നുമല്ല. പിന്നെ പണം ആര് ചെലവാക്കി കഴിഞ്ഞാലും കുറെ പണം പുറത്ത് ഇറങ്ങുന്നുള്ള ഉറപ്പാ. അപ്പൊ ജനങ്ങൾക്ക് കുറെയൊക്കെ ഉപകാരമുണ്ട്. എന്തെങ്കിലും കൊടിതോരണങ്ങൾ കെട്ടാനോ പന്തൽ കെട്ടാനോ ഇതേമാതിരി വാഹനത്തിനോ മറ്റു സൗകര്യങ്ങൾക്ക് കുറെ പണം പുറത്തിറങ്ങിയല്ലോ സാറേ. സാർ, അത് കൂടാതെ ഇനി എന്താണെന്നറിയോ, അടുത്ത നോട്ട് നിരോധനം എപ്പോഴാ വരാന്നും കൂടി നമ്മൾ നോക്കണം. അപ്പം കുറെ പണം മാർക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഉപകാരമാവുമല്ലോ. ശരി, ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഇത് ദൂരത്താന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പൊ ശ്രീ വിജയൻ, ഒരു സർക്കാർ ഇപ്പൊ ഈ 2ാം സർക്കാരാണെങ്കിൽ 4 വർഷം പൂർത്തിയാക്കി. അപ്പോൾ ആ സർക്കാരിന് അതിന്റെ നടത്തിയ കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കണ്ടേ? അല്ല, അറിയിച്ചോട്ടെ. അറിയിക്കുന്ന എന്താ അറിയിക്കാനാ? ഒന്നും അറിയിക്കാനില്ല. ടാക്സ്, കറണ്ട് ചാർജ്, പിന്നെ പഞ്ചായത്ത് ഓഫീസില്, വില്ലേജ് ഓഫീസിൽ എവിടെയാ സാറേ ചെല്ലാൻ നോക്കുന്നത്? എന്ത് കാര്യത്തിന് ചെന്നാലാ കാര്യങ്ങൾ നടക്കുന്നത്? ഒന്നുമില്ല. ആശാപ്രവർത്തകർക്ക് കാശ് കൊടുത്ത് അവരുടെ കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥയുണ്ടോ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ സർക്കാർ ഓഫീസുകളിൽ അങ്ങനത്തെ വിഷയമുണ്ടോ? അത് കൊടുത്തൂടെ സാറേ? ഇവരൊക്കെ അവരുടെ സ്വന്തം കാര്യത്തിന് അണ്ടിപ്പരിപ്പും പാൽപ്പായസവും പാലും പിന്നെ കൊഞ്ചും ഞണ്ടും ഇതൊക്കെ മേടിച്ച് കഴിച്ചും കൊണ്ട് ഇവര് ശരി ശ്രീ വിജയൻ, നല്ല ഭക്ഷണം ആളുകൾ കഴിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല ശ്രീ വിജയൻ. സർക്കാരിന്റെ പരിപാടികൾക്ക് നടക്കുമ്പോൾ നല്ല ഭക്ഷണം തന്നെ കൊടുക്കണം. അങ്ങനെ മോശം ഭക്ഷണം കൊടുത്തല്ല, അല്ലെങ്കിൽ അതിലൊന്നും അല്ല കാണിക്കേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അന്തസ്സായി തന്നെ ചെയ്യണം സർക്കാരിൻ്റെ പരിപാടി നടക്കുമ്പോൾ. വാർഷിക ആഘോഷം നടത്തിക്കോട്ടെ, പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കണമായിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ BJP
രഘുനന്ദനൻ പറയുന്നു, എല്ലാ പാർട്ടിയും ഇതുപോലെ ആഘോഷങ്ങൾ നടത്താറുണ്ട്. വിമർശനം ഏത് പ്രതിപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ധൂർത്താവാതെ നോക്കേണ്ടത് ഭരണകക്ഷിയാണ്. രഘുനന്ദനൻ തിരുവില്ലാമരം. മറ്റ് ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് ആഘോഷം നടത്തട്ടെ എന്ന് സമയ 9 മീഡിയ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷം അവസാനത്തേതാണ്, ഇനി കിട്ടില്ല അവസരമെന്ന് അബൂബക്കർ മേൽമുറി പറയുന്നു. ശിവശങ്കർ പറയുന്നു, ആഘോഷമല്ല, ജനങ്ങളെ പറ്റിക്കാനും സ്വയം വെള്ളപൂശാനും മാത്രമാണ് ഈ പരിപാടി, ജനങ്ങൾ ലജ്ജിക്കണം എന്നൊക്കെ പറയുന്നു ശിവശങ്കർ. അബൂബക്കർ മേൽമുറി, ദേശീയപാത കേന്ദ്ര സർക്കാരിൻ്റേതാണ്, മനോജ് NH-ൽ മാത്രം സഞ്ചരിക്കുന്ന ആളാണെന്ന് ഷാജി ഭാസ്കരൻ പറയുന്നു. മറ്റേ കൃഷ്ണൻകുട്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടുമൊക്കെ ചില മെസ്സേജുകൾ. വയനാട് ജനങ്ങൾക്ക് പിണറായി എന്ത് ചെയ്തു കൊടുത്തു? നേട്ടമെല്ലാം പാർട്ടിക്കാർക്ക് സഖാക്കൾക്ക് മാത്രം. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്തപ്പോഴാണ് ദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിക്കപ്പെട്ടതെന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങൾ കൂടി ഇതിൻ്റെ ഇടയിലെല്ലാം ഉണ്ട്. എല്ലാ സർക്കാർ സേവനങ്ങൾക്കും ഒടുക്കത്തെ ഫീസ് ഏർപ്പെടുത്തി ജനങ്ങളെ പിഴിയും സർക്കാർ 200 കോടി ആഘോഷിക്കട്ടെ എന്ന് സുനിൽകുമാർ പറയുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്, ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു 4 വർഷമൊക്കെ കഴിയുമ്പോൾ സർക്കാരിന് താങ്കൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആളുകളെ അറിയിക്കണം, അതൊരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഒക്കെ കൂടിയല്ലേ? കിരൺ സാറേ നമസ്കാരം. പ്രബുദ്ധരായ വോട്ടർമാര് നിങ്ങളുടെ ഓരോ വോട്ടും സാർ, അവര് പ്രബുദ്ധരും വിവരമുള്ളവരും അല്ലേ സാർ? അവരെന്താണെന്ന് വെച്ചാൽ ഈ അവര് അധികാരത്തിൽ കയറിയിട്ട് എന്തെല്ലാം ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു, എന്തെല്ലാം ഗുണങ്ങൾ ജനങ്ങൾക്ക് കിട്ടിയെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം സാർ. അതിന് അവരെ മൈക്ക് കെട്ടി വെച്ച് അവരുടെ നികുതി പൈസ എടുത്ത് മൈക്ക് കെട്ടി വെച്ച് അവരെ ഇനി ഉദ്ധരിച്ചാലേ പറ്റുള്ളൂ. അവരെന്താ വെച്ചാൽ ബോധവൽക്കരിക്കേണ്ട ഓരോ പൗരനും. ചന്ദ്രനാർ, ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞില്ലെങ്കിൽ മറന്നു പോവില്ലേ? അല്ല സാറേ, എല്ലാ സർക്കാരും പറയാം അവസാനത്തെ 1 വർഷമൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ആളുകൾ പ്രധാനമായി ഓർത്തിരിക്കുന്നതെന്നൊക്കെ. എല്ലാവരും അങ്ങനെയല്ല, അങ്ങനെയൊക്കെ അതിനൊരു പ്രാധാന്യമില്ലേ? ഇതെന്താന്ന് വെച്ചാൽ ജനങ്ങളുടെ നികുതി പൈസ പാഴാക്കാതിരിക്കാൻ വേണ്ടി, പാഴാക്കരുത് എന്ന് മാത്രമേ ഈ സർക്കാരിനോട് ഉപദേശിക്കാനുള്ളൂ സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ജനങ്ങളുടെ നികുതി പൈസ ഒരിക്കലും പാഴാക്കാനുള്ള അവകാശം ഒരു സർക്കാരിനുമില്ല. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ബാംഗ്ലൂരിൽ നിന്നും ശ്രീ ജോസഫാണ് ചേരുന്നത്. ശ്രീ ജോസഫ്, ഒരു സർക്കാർ 4 വർഷം പൂർത്തിയാക്കുന്നു, ഇനി ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുകയാണ്. അവരുടെ പരിപാടികൾ ഇതുവരെ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ജനങ്ങളെ അറിയിക്കാൻ വിപുലമായ ആഘോഷ പരിപാടികൾ വെക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം ധൂർത്താണെന്നും അതുകൊണ്ട് ഈ പരിപാടി ബഹിഷ്കരിക്കുന്നതായും പ്രതിപക്ഷം പറയുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സർക്കാർ ഇതൊരു ധൂർത്തെന്ന് പറയാനല്ല, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം സംഗതി ധൂർത്തുകളാണ്. ഒരു എക്സാമ്പിൾ പറയാം. റിട്ടയർ ആയി കഴിഞ്ഞ് പോകുന്ന IPS ഉദ്യോഗസ്ഥന്മാരെയും IAS ഉദ്യോഗസ്ഥന്മാരുടെയും എക്സ്റ്റൻഷൻ കൊടുത്തുകൊണ്ട് അവരെ റീറ്റെയിൻ ചെയ്യുക, അതൊരു ധൂർത്തല്ലേ? അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഇവർ സീനിയോറിറ്റി ഉള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇല്ല, നല്ല ഉദ്യോഗസ്ഥന്മാരില്ലാഞ്ഞിട്ടാണോ? അപ്പൊ ഇവര് സർക്കാരിന്റെ സഹായിക്കുന്ന സ്വാഭാവികമായും ഏത് ഇപ്പോൾ സ്വകാര്യ കമ്പനി ആയാൽ പോലും ചില ആളുകളെ അവരുടെ സേവനം, എല്ലാവരെയും അങ്ങനെ ചെയ്യുന്നില്ല, ചില ആളുകൾ അവരുടെ സേവനം ഒരു സർക്കാരിൻ്റെ കമ്പനിക്ക് വേണം എന്നൊക്കെ കണ്ടാൽ, അവർക്ക് കൂടുതൽ മെച്ചമാണ് എന്ന് കണ്ടാൽ അത്തരം ആളുകളെയൊക്കെ പലതരത്തിൽ ഇപ്പം അവർ കരാറടിസ്ഥാനത്തിലോ അങ്ങനെ മറ്റു ചില ചുമതല നൽകിയൊക്കെ നിലനിർത്തുക സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒന്നല്ലേ? തീർത്തും സ്വാഭാവികമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു, കിരണിനോട് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്ന ഇവരെന്തോ ഈ എക്സ്റ്റൻഷൻ കൊടുത്ത ആൾക്കാരെ മഹത്തായ ഒരു കാര്യങ്ങളും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അതൊന്ന്. അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഈ പണ്ടൊക്കെ രാജാക്കന്മാരെ വേഷം മാറി പ്രജകളുടെ ഇടയ്ക്ക് നടന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരു കാലമുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോ ഈ നമ്മുടെ മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹത്തിന് വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ ലിഫ്റ്റ്, സ്വിമ്മിംഗ് പൂളിന് വേണ്ടി 1/2 കോടി രൂപ മറ്റോ ചെലവാക്കി അത് റിപ്പയർ ചെയ്ത് ശരിയാക്കി കിട്ടുന്നു. ജോസഫ്, നമ്മുടെ വിഷയം അതല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വിപുലമായ ആഘോഷ പരിപാടി നടത്തേണ്ടതുണ്ടോ? അതിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനം അതിൽ എന്താണെന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. അല്ല, അതേ ഞാൻ പറയുന്നത്. ഇതിന് മെയിനായിട്ടുള്ള കാരണം ധൂർത്തെന്ന് പറയുന്നത് ഇത് ധൂർത്ത് അല്ലെന്നേ. ഇവര് ധൂർത്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ ധൂർത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, സർക്കാർ ഈ 4ാം വാർഷികാഘോഷം നടത്തുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സർക്കാർ ഇത്ര വിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ നടത്തുന്നത് ധൂർത്താണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം ഈ പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്യുകയാണ്. താങ്കൾക്ക് പറയാം. ബാംഗ്ലൂർ നിവാസിക്ക് ചിലപ്പം സിദ്ധരാമയ്യെ കണ്ടിട്ടായിരിക്കും ഇത് പിണറായി വിജയൻ അല്ല അങ്ങനെ ചെയ്യുന്നെന്ന് തോന്നുന്നത്. അവിടെ എന്തൊക്കെ കൂട്ടി എന്നുള്ളത് അദ്ദേഹം ഒരു ലിസ്റ്റ് എടുത്തിട്ട് പറയട്ടെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് അടുത്ത ഇതിന് പറഞ്ഞു കൊടുക്കാം. വേറെ സംസ്ഥാനങ്ങളെ പലതും നോക്കിയല്ലേ നമ്മൾ അതെ പറയാം. അതെ
ഈ പൊതുകടം അങ്ങ് വലുതായിട്ട് അങ്ങ് കൂട്ടി കേരളത്തിൽ കേട്ടോ. അതായത് 2016 ഈ പിണറായി അധികാരത്തിൽ വരുമ്പോൾ 1.6 ലക്ഷം കോടിയായിരുന്നു കടം. അതിപ്പോ 2025 പ്രപ്പോസ് ചെയ്ത് 4.81 ലാഖ് കോടിയാണ്. ഏകദേശം 3 കോടിയോളം കൂടി. പക്ഷെ നമ്മുടെ GDP കൂടിയത് എത്ര? എന്താ നിങ്ങൾ പറയാത്തത്? 2016 5,61,000 5.61 ലാക്ക് ആണ് നമ്മുടെ GDP. ഇപ്പൊ എത്രയാ? 14,20,000 സോറി പറയട്ടെ സാറേ, നേരത്തെ കൃഷ്ണൻകുട്ടിയോട് നിങ്ങൾ ചോദിച്ചല്ലോ എന്താണ് ഞങ്ങൾ പറയാത്തത്, എന്താണ് ഞങ്ങൾ പറയാത്തത്. ആ പറയുന്ന കാര്യമായി പറയുന്നത് കേക്കട്ടെ, അത് കേൾക്കണമല്ലോ. ഇതാണ് ഇതൊന്നും നിങ്ങൾ പറയാത്തത് ലോകത്ത് ഏത് സർക്കാരാണ് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത ഒരു സർക്കാരിന്റെ പറഞ്ഞേ? അംബാനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലേ? നിങ്ങൾ ഈ കാര്യങ്ങൾ കാണാതെ നിങ്ങൾ കൃഷ്ണൻകുട്ടി അത് പറഞ്ഞില്ല ഇത് പറഞ്ഞ് പറയുമ്പോ പറയാൻ സമ്മതിക്കും. അതുമില്ല, നിങ്ങൾ മാധ്യമങ്ങളെല്ലാം പറയുന്നു പറയാത്ത കാര്യമായി പറയുന്നതെന്നേ. ഞങ്ങൾ പറയാത്ത കാര്യമൊന്നുമല്ല ശ്രീ ദീപു. താങ്കൾ പറഞ്ഞത് പ്രത്യേകമായി നടത്താം, ഒരു പ്രശ്നമില്ല. പൊതുസ്വത്ത് എത്രയാ പറഞ്ഞോ? പൊതുസ്വത്ത് എത്രയാ? കേരളത്തിന്റെ പൊതുസ്വത്തിനെ കുറിച്ചോ പൊതുകടത്തെ കുറിച്ചോ അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറയുന്ന അനുവദിക്കൂ. അല്ല, കഷ്ടപ്പെട്ട് വിളിച്ചത് പറയാൻ അനുവദിക്കൂ. 5,61,000 കോടിയായിരുന്നു 2016 നമ്മുടെ GDP. ഇപ്പൊ 14,27,000 കോടിയാണ്. 9 ലക്ഷത്തോളം കോടി. അതായത് നമ്മൾ കടമെടുത്തതിന്റെ 3 ഇരട്ടി നമുക്ക് സ്വത്തായി തന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൂട്ടി കൊടുത്തൂടെ? സർക്കാർ കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് ഈ നമ്മുടെ പെൻഷൻ കൂട്ടിയില്ല 1,600 അടുത്ത കഴിഞ്ഞ. ഞാൻ ചോദിച്ച വളരെ സിമ്പിളായ ചോദ്യമാണ്. സർക്കാർ പറഞ്ഞത് എന്താണ്? ആശമാരുടെ ശമ്പളം അവരുടെ ഓണററി കൂട്ടണം എന്നുള്ളത് ഞങ്ങളുടെയും ആഗ്രഹമാണ്. ഞങ്ങൾക്കും അതേ നിലപാട് തന്നെയാണ്. ഞങ്ങൾക്ക് കൂട്ടണം, പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പൊ കഴിയുന്നില്ല. കേന്ദ്രം കൂട്ടാതെ നമുക്ക് സഹായിക്കാൻ നിർവാഹമില്ല എന്നല്ലേ പറഞ്ഞത്? ഇത്രയൊക്കെ പണം ഉണ്ടെങ്കിൽ അവർക്ക് കൂട്ടി കൊടുത്തൂടെ? ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ കൂട്ടി നമ്മുടെ GDP കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളിവിടെ എല്ലാം പൈസ ഇങ്ങനെ അധികം കിടക്കുകയാണെന്നാണോ? നമ്മുടെ സ്വത്ത് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്ത് എടുത്തിട്ട് ആ സ്വത്തിൽ നിന്ന് 5 രൂപ എടുത്ത് നിങ്ങൾക്ക് കൊടുക്കാന്ന്, അങ്ങനെയാണോ സ്വത്ത് ഉണ്ടാവുന്നത്? നമ്മുടെ സ്കൂള്, കോളേജ്, പാലങ്ങള്, ഹോസ്പിറ്റല്, അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം കൂട്ടിയിട്ട് അതൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കൂടിയത്. അതെടുത്ത് പകുതി കേക്കിന്റെ കഷ്ണങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോ? എന്താ കിരണ പറയുന്നത്? പിന്നെ ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ആഘോഷിച്ചിട്ടേ ഇല്ല കേട്ടോ. 11-12 36 കോടി, 12-13 25 കോടി, 13-14 24 കോടി, 14-15 നിങ്ങളെന്തിനാ ഈ വേവലാതിപ്പെടുന്നേ? 14-15 30 കോടി, 16 ഇവർ പോകുന്നതിന് മുമ്പ് കുറച്ച് മാസത്തേക്ക് 41 കോടി രൂപയാണ് ഇവർ ഈ പറയുന്ന ഇവരെന്തോ ഉണ്ടാക്കി എന്ന് പറഞ്ഞ സാധനങ്ങൾ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ജനങ്ങൾ പറപ്പിച്ചു വിട്ടത്. പിന്നെ കുറെ ദൂർത്തുകൾ ഇവിടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞോട്ടെ. ഈ ദൂർത്ത് എന്ന് പറഞ്ഞാൽ 7 ലക്ഷം വീട് കൊടുത്തു. ദൂർത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയത് ദൂർത്ത്. സ്കൂള്, കോളേജ്, ആശുപത്രി പോകേണ്ടതുണ്ട്. ശ്രീ ജയകുമാറാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് ജയചന്ദ്രനാണ്. ശ്രീ ജയചന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഒരു ദൂർത്താണോ അതോ ഇതൊരു സർക്കാർ സ്വാഭാവികമായി നടത്തേണ്ട ഒരു നടപടിയാണോ? ശരി, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ വന്ന് ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. ചിലരെങ്കിലും ഇത് ധൂർത്താണ്, ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടതില്ല, ഈ സർക്കാർ തുടക്കം മുതലേ ധൂർത്താണ് എന്ന തരത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായം പറഞ്ഞവരുണ്ട്. അങ്ങനെയല്ല, സർക്കാരിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടികൾ നടത്തേണ്ട കാര്യം? ജനങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചവരുണ്ട്. അതല്ല, ഈ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ജനങ്ങളെ അറിയിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായും രാഷ്ട്രീയവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ പലരുടെയും അഭിപ്രായങ്ങൾ ആ രാഷ്ട്രീയമായി തന്നെ വരാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൻ്റെ ഒരു ചിത്രം കൂടിയാണ് എപ്പോഴും പൊതുവേദിയിലെ അഭിപ്രായ പ്രകടനങ്ങളായി വരിക. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.